ആര്യനും ജിസയിലും തമ്മിലുള്ള ബന്ധത്തിൽ ലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത്? അതെ, നെവിന്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയാം ലാലേട്ട, കാണുന്നവരുടെ കണ്ണിലാണ് കുരു. ഇതെല്ലാം കാണുന്നവരുടെ പ്രശ്നമാണ്. തോന്നലുകൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അല്ല ലക്ഷ്മി, നിങ്ങൾ കഴിഞ്ഞ ദിവസം ജിസയിലുമായിട്ട് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിരുന്നല്ലോ. അതിനിടയിൽ ചില കൊട്ടേഷനൊക്കെ അടിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണിലും ഒരു കുരുവുണ്ട് എന്നുള്ള രീതിയിൽ ചില സംഭാഷണങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. നിങ്ങൾ ആര്യനെ വിളിച്ചു മാറ്റിയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ കണ്ണിൽ കണ്ട കുരുവിനെ കുറിച്ച് അയാളെ പറഞ്ഞു മനസ്സിലാക്കുകയും ഒരു കൊച്ചനുജനോടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോടുള്ള വാത്സല്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ജിസൈലിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണം എന്നുള്ള ഉപദേശമൊക്കെ കൊടുത്തായിരുന്നല്ലോ. അങ്ങനെയുള്ള ലക്ഷ്മി തന്നെയാണോ ഇപ്പോൾ വന്നു നിന്നുകൊണ്ട് പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ് കുരുവെന്ന്? ലക്ഷ്മിക്ക് എങ്ങനെ മലക്കം മറിയുവാൻ കഴിഞ്ഞു? അല്ല, ലക്ഷ്മിക്ക് മലക്കം മറിയുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നിങ്ങൾ യാതൊരു വ്യക്തിത്വവും ഇല്ലാത്ത ആളാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ്. അതായത് ആദിലയുടെയും നൂറയുടെയും വിഷയത്തിൽ നിങ്ങൾ ലാലേട്ടന്റെ മുൻപിൽ ഒരു ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചായിരുന്നല്ലോ. പക്ഷെ പുറം ലോകം അതെങ്ങനെയാണ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദില നൂറയുടെയൊക്കെ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഗേ ആണ് നെവിൻ എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ നെവിനെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തയ്യാറായി. ആദിലയുടെയും നൂറയുടെയും കാര്യം നോർമലൈസ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റില്ല, അവരെ വീട്ടിൽ കയറ്റാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞ നിങ്ങൾ നെവിനെ ആ വീട്ടിലെ ഏറ്റവും നല്ല ഫ്രണ്ടും ആങ്ങളെയും വളരെയധികം സ്നേഹം കൊടുത്ത് പരിചരിക്കപ്പെടേണ്ട ഒരാളുമൊക്കെയായിട്ട് നിങ്ങൾ സ്വീകരിച്ചു. അതിനെപ്പറ്റി നിങ്ങൾ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു. 4 വോട്ടിന് വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ഗിമ്മിക്കുകളൊക്കെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു വ്യക്തിത്വവുമില്ല നിങ്ങൾക്ക്, ഒരു നിലപാടുമില്ല നിങ്ങൾക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പെണ്ണൊരുത്തി വന്നിട്ടുണ്ട്, നിലപാടിന്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടിയവർക്ക് ഇന്ന് മൂട്ടിൽ തീ പിടിച്ച ദിവസമാണ്. കാരണം ഇന്ന് നിങ്ങളുടെ നിലപാടിനെ ഷാനവാസ് ഉടൻ തന്നെ വെട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കി. എന്തുകൊണ്ടാണ് ഷാനവാസ് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാതിരുന്നത്? ഷാനവാസ് തെളിവ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. ആര്യൻ ജിസൈലിന്റെ ഷാഡോ ആയിട്ട് നടക്കുകയാണ്. നീ അങ്ങനെ നടന്നാൽ പറ്റില്ല, നീ അതിനകത്തൊന്ന് മാറണം, നീ അവിടുന്ന് പുറത്തു വന്ന് ഗെയിം കളിക്കണം. അതായത് ഈ കുൽസിത കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലെയും സംശയം. പക്ഷേ ആര്യന്റെ മുഖത്ത് നോക്കി അങ്ങനെ തുറന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റുന്ന സഭ്യമായ ഭാഷയിൽ ഒരു നല്ല സുഹൃത്തിനെ ഉപദേശിക്കുന്നത് പോലെ ആര്യനോട് പറഞ്ഞു. ആര്യൻ അത് വീഴാതെ കെട്ടാതെ ജിസൈലിന്റെ കയ്യിൽ കൊടുത്തു. ജിസൈൽ അതുകൊണ്ടൊന്ന് ഷാനവാസിന്റെ ചെവിയിൽ കൊടുത്തു. അത് ഷാനവാസ് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ ആദ്യം എതിർത്ത ആര്യനും സൈലന്റായി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ജിസൈൽ പറഞ്ഞില്ല. കാണുന്നവന്റെ കണ്ണിലാണ് കുരു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ലാലേട്ടാ എന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ അമ്മായിയമ്മ ലക്ഷ്മിക്കും മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല. ഇതാണ് അടിച്ച് അണ്ണാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. മലയാളം ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ധാരാളം പേരുണ്ട് എന്ന് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ആരോപണങ്ങൾ പറയാറുണ്ട്. ചിലരെ കുറിച്ചൊക്കെ പ്രേക്ഷകരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തി ഫേക്ക് ആയിരുന്നു, ഇയാൾ ഫേക്ക് ആയിരുന്നു എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും ഫേക്കായി നിൽക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഫേക്കാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നു. അവർക്ക് യാതൊരു നിലപാടുമില്ല. അവർ പറഞ്ഞ നിലപാട് പോലും മറ്റൊരാൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് കയറി വന്നതാണ് എന്നുള്ളത് വരെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആദിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് 2 വർത്തമാനം പറഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് സപ്പോർട്ട് സമൂഹത്തിൽ കണ്ടമാനം അങ്ങ് പെരുകി. പ്രേക്ഷക പിന്തുണയിൽ ഏറ്റവും പിൻപിൽ നിന്ന ലക്ഷ്മിക്കുട്ടിയമ്മ ഒറ്റയടിക്ക് മുകളിൽ കയറി. പിന്നെ ലക്ഷ്മിക്ക് ഫാൻസ് അസോസിയേഷനായി ലക്ഷ്മിയുടെ ആർമി രൂപീകരിക്കപ്പെട്ടു. പഴയതും പുതിയതുമായിട്ടുള്ള ഡയലോഗുകളുടെ ഒക്കെ വീഡിയോ റീൽസുകൾ ധാരാളം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുവാൻ തുടങ്ങി. എന്തൊക്കെ പുകിലുകളായിരുന്നു. ആരാധകർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, നിലപാട്. ഇങ്ങനെ വേണം പെണ്ണായാൽ. പെണ്ണൊരുത്തി ബിഗ് ബോസിൽ അവതാരം ചെയ്തിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തു പറയുന്നു ഈ നിലപാടിനെ കുറിച്ച്? സത്യത്തിൽ പൊളിച്ചടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരുമാതിരി പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്യുന്നത് പോലെയായിപ്പോയി ഷാനവാസ് ലക്ഷ്മിയെ തുറന്ന് കാട്ടിയത്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ബിഗ് ബോസിൽ തുടരുവാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മി അവിടെ നിൽക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് എന്റർടൈൻമെന്റ് ആണ് ലഭിക്കുന്നത്? ഒരു കാര്യത്തിലും ഒരഭിപ്രായവുമില്ല. എല്ലായ്പ്പോഴും ഒരു വലിയ കൊച്ചമ്മ സ്റ്റൈലിൽ ആ വീട്ടിലെ അമ്മായിയമ്മ രീതിയിൽ ആൾക്കാരെ ഭരിക്കാൻ നടക്കുക. ഞാൻ മാത്രം പക്ക പെർഫെക്റ്റും നിങ്ങളൊക്കെ വെറും അലവലാതി കൃമികീടങ്ങളും എന്നുള്ള ആ ഭാവം. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരോടുമുള്ള പുച്ഛമാണ് സ്ഥായി ഭാവമായി നിഴലിച്ചു നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ആരെയാണ് എന്റർടൈൻ ചെയ്യാൻ പറ്റുക? ഇവിടെ ഞാൻ ലക്ഷ്മിയെ കുറ്റം പറയുകയല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെയൊക്കെ ഓഡീഷൻ ചെയ്ത് ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. വരുന്ന കാലഘട്ടത്തിൽ ബിഗ് ബോസിലേക്ക് ഇതുപോലുള്ള ഒരു 25 ഉരുപ്പടികളെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ കാണാൻ പോലും ഒരാൾ തയ്യാറാവില്ല.
അല്ലെങ്കിൽ തന്നെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്ന സമയം വരെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇങ്ങനെ മസിലും പിടിച്ചുകൊണ്ട് ആരോടും മിണ്ടാതെ നടക്കുകയും ഇനി അഥവാ മിണ്ടേണ്ട സാഹചര്യം വന്നാൽ അല്പം മാത്രം ഒഴിയുകയും ചെയ്യുന്ന ഇങ്ങനെ 10-25 ആൾക്കാർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ലക്ഷ്മിയുടെ ആർമി, ലക്ഷ്മിയുടെ ഫാൻസ് അസോസിയേഷൻ മറുപടി പറയണം, ആത്മാർത്ഥമായിട്ട് മറുപടി പറയണം. ഇതുപോലുള്ള ഒരു 20 പേരായിരുന്നു ബിഗ് ബോസിൽ വന്നിരുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ ഷോ കാണാൻ തയ്യാറാകുമായിരുന്നു. എന്തൊരു ബോറായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടസ്റ്റന്റിനോടുള്ള വെറുപ്പും വിരോധവും വെച്ചു പുലർത്തി അവസരം കിട്ടിയപ്പോൾ അവർക്കെതിരെ ആഞ്ഞടിച്ചു. അതായിരിക്കരുത് ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിന്റെ മാനദണ്ഡം. കാരണം ഇത് ഒരു റിയാലിറ്റി ഷോയാണ്, ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ്. ഇതിനുള്ളിൽ ന്യായമായിട്ടും ഓരോ കണ്ടസ്റ്റന്റും കൊടുക്കേണ്ട ചില സംഭാവനകളുണ്ട്. അത് കൊടുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ആരാണ്? അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇത് യാതൊരു പരിപാടിയുമില്ലാതെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഒരു കുപ്പി വെള്ളവുമായി രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാർക്ക് എന്ത് കണ്ടിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക? സാബുമാൻ അതുപോലെ തന്നെയുള്ള ഒരാളല്ലേ? അയാൾക്കും പ്രത്യേകിച്ച് അവിടെ റോളൊന്നുമില്ല. സാബുമാൻ ഗുണവുമില്ല ദോഷവുമില്ലാതെ നടക്കുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക? അയാളെ എങ്ങനെയാണ് അവിടെ നിലനിർത്തണം എന്ന് തീരുമാനിക്കുക? എന്തിനു വേണ്ടിയാണ് അയാൾ അവിടെ നിലനിൽക്കേണ്ടത്? അത് അയാൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ എഴുന്നേൽപ്പിച്ചത് തന്നെ എപ്പോ വന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. സത്യത്തിൽ തൊലി ഉരിയുകയല്ലേ? അല്ല, തൊലി ഉരിക്കുകയല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എത്രയോ പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതിനകത്ത് കയറിപ്പറ്റിയിരിക്കുന്നത്. അതെങ്കിലും പ്രേക്ഷകർ പരിഗണിച്ച് ഇവരെയൊക്കെ എടുത്ത് പുറത്തു കളയാൻ തയ്യാറാകണം. ഈ ആഴ്ച അഭിലാഷും ജിഷിനുമാണ് പുറത്തു പോകുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ പുറത്തേക്കുള്ള വാതിൽ തുറക്കേണ്ടത് ലക്ഷ്മിയുടെയും സാബുമാന്റെയും മുൻപിലായിരുന്നു. കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഗെയിം എന്താണെന്ന് അറിയില്ല, ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ ടാസ്ക് വന്നാൽ തന്നെ അതിനകത്ത് മാന്യമായിട്ട് പെർഫോം ചെയ്യാനും താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തിനാണ് ബിഗ് ബോസിൽ തുടരുന്നത്? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തരാതരം പോലെ സംസാരിക്കുക, സാഹചര്യം അനുകൂലമായി നിൽക്കുമ്പോൾ കുലസ്ത്രീയാവുക, സാഹചര്യം പ്രതികൂലമാകുമ്പോൾ 2K കിഡിന്റെ കൂട്ടത്തിൽ നിൽക്കുക, ഏതു വേഷവും കെട്ടാൻ നമുക്കറിയാം എന്ന് തെളിയിക്കുക. ഇതിന് പഴമക്കാർ പറയുന്ന ഒരു ശൈലിയുണ്ട്. മീനിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തലയും പാമ്പിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ വാലും കാണിക്കുക എന്ന് വെച്ചാൽ 2 കൂട്ടത്തിലും ഞാനുണ്ട് എന്ന് സാരം. ഇങ്ങനെയുള്ള മനുഷ്യർ അവർ അപകടകാരികളാണ്. അവരെ ആർക്കും വിശ്വസിച്ച് ഒരിക്കലും കൂടെ നിൽക്കുവാനും കൂടെ നിർത്തുവാനും കഴിയില്ല. അത് രക്തബന്ധമാണെങ്കിൽ പോലും അവരെയും ഇവർ വെട്ടിക്കളയും. അതിനകത്ത് മക്കളെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഭർത്താവെന്നോ അങ്ങനെ വേർതിരിവൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവരെക്കുറിച്ചും അവരുടെ നിലനിൽപ്പിനെക്കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റാരെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരവരുടെ പടം പൊഴിച്ചു കളയും. അവർ മറ്റൊരു വ്യക്തിയായി മാറും. പിന്നെ ലക്ഷ്മി ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഒരു കാര്യം തെളിയിക്കപ്പെടുകയാണ്. സമൂഹത്തിന്റെ പരിചിതമാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ ഒക്കെ പ്രതിനിധികൾ ബിഗ് ബോസിനകത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഫേക്കായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരു ഫേക്ക് പേഴ്സൺ കൂടി ബിഗ് ബോസിലേക്ക് വന്നു, മൂടുപടമിട്ട് നടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് ആ മൂടുപടം ഷാനവാസ് ചീന്തി എറിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.